ഒഡീഷയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് സംശയം. യൂർഭഞ്ച് ജില്ലയിലെ റാസ് ഗോവിന്ദപൂർ ബ്ലോക്കിലെ കഗാബന്ദ ആശ്രമം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ചത്. 100 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉന്നതതല അന്വേഷണത്തിന് ഒഡീഷ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ശരത് ലാൽ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, എന്താണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പോലീസ് പറയുന്നത്? കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതിയാണ് ഉച്ചക്ക്, അതായത് ഇത് റെസിഡൻഷ്യൽ സ്കൂളാണ്, ആദിവാസി കുട്ടികൾ പഠിക്കുന്ന. അവിടെയുള്ള ചോറും അത് ഇലക്കറിയും കഴിച്ച കുട്ടികൾക്കാണ് 140ഓളം കുട്ടികൾക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടതിൽ 100 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ ICUയിൽ വെച്ചാണ് അതിതീവ്ര പ്രചരണ ഭാഗത്താണ് ഇപ്പോൾ 5ാം ക്ലാസ് വിദ്യാർത്ഥി 12 വയസ്സുള്ള രൂപാലി ബസേറ എന്ന വിദ്യാർത്ഥിനി മരണപ്പെട്ടത്. വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉന്നതതല അന്വേഷണത്തിനും സംസ്ഥാന മുഖ്യമന്ത്രി ഉത്തരവിട്ടു. അതായത് അതായത് ഔദ്യോഗികമായി നൽകുന്ന ഭക്ഷണ പട്ടികയിൽ ഉൾപ്പെടാത്ത ഇലക്കറിയാണ് നൽകിയതെന്ന് കണ്ടെത്തിയിട്ട് ഇലക്കറിയിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്ററെ ഇതിന് പ്രാഥമിക അന്വേഷണ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഹെഡ്മാസ്റ്ററെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. 70ഓളം കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ ICU ചികിത്സയിലാണ്. കൂടുതൽ മെഡിക്കൽ സഹായം സംസ്ഥാന സർക്കാർ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുട്ടികൾ ഭക്ഷ്യവിഷബാധ 70 കുട്ടികളും അപകട നില തരണം ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഒഡീഷ സംബന്ധിച്ചോളം ഭക്ഷ്യവിഷബാധ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമായി വാർത്തകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ഏതായാലും മരണമടഞ്ഞ പെൺകുട്ടിക്ക് ഇവിടെ വീട്ടുകാർക്ക് 7 ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രുജീഷ്. ശരി ശരത് ലാൽ, ഇത്തരത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്നാണ് ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും 100 കുട്ടികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്.